എറണാകുളം കൂത്താട്ടുകുളത്ത് സത്യപ്രതിജ്ഞയ്ക്കെത്തിയ കൗൺസിലർമാർക്ക് നേരെ ആക്രമണം. 16-ാം വാർഡ് UDF കൗൺസിലർ ജോമി മാത്യുവിന് പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ ജോമി ചികിത്സയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. മൂസീന അസുണ്ട് വിവരങ്ങൾ നൽകാനായി. മൂസീന, എന്തിനാണ് ജോമി ആക്രമിച്ചത്? അജി സൂചിപ്പിച്ചതുപോലെ തന്നെ കൂത്താട്ടുകുളം നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. UDF 16-ാം വാർഡ് കൗൺസിലർ ജോമി മാത്യുവിനാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജോമിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. പിന്നീട് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് ജോമി തിരികെ നഗരസഭയിലെത്തി സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. കൂത്താട്ടുകുളം മംഗലത്ത് താഴെ സ്വദേശി ജോസഫ് കുര്യനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കല്ലുപയോഗിച്ചായിരുന്നു തലയ്ക്ക് പിറകിൽ, അതായത് മുൻ സീറ്റിലായിരുന്നു ഈ കൗൺസിലർ ഇരുന്നിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ തലയുടെ പുറകുവശത്തായിരുന്നു കല്ലുകൊണ്ട് പിടിച്ചത്. അറിയാൻ സാധിക്കുന്നത് ഈ വ്യക്തിവൈരാഗ്യം, അതായത് പ്രചാരണ സമയത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹവും ഈ ആക്രമിച്ച ആളും കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്ന വിവരം. അജി, ശരി, മൂസീന അസു ആണ് വിവരങ്ങൾ നൽകിയത്.